പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള നമ്മുടെ യാത്രയിൽ നമുക്ക് ദൈവവചനത്തിലൂടെ നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുകയും വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യാം. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിപ്പോൾ തിരിച്ചറിയുന്നു. ഞങ്ങളിരിക്കുന്ന സ്ഥലത്ത്, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പമുണ്ട്. അവിടുത്തെ പരിശുദ്ധാത്മാവ് പ്രത്യേകമാവണ്ണം ഞങ്ങളോടൊപ്പമുണ്ട്. ദൈവത്തിൻ്റെ വലിയ സ്നേഹം ഞങ്ങളെ വലയം ചെയ്യുന്നുണ്ട്. സ്വർഗീയ ദൂതന്മാരുടെ എല്ലാം സാന്നിധ്യം ഞങ്ങളോടൊപ്പമുണ്ട്. സ്വർഗത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പമുണ്ട് എന്ന വലിയ തിരിച്ചറിവിൽ ഞങ്ങൾക്ക് അവിടുത്തെ വചനം ശ്രവിക്കാനും ആ വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ, ഞങ്ങളുടെ സഭാ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാനുള്ള കൃപയും അനുഗ്രഹവും തരണമേ. പരിശുദ്ധ അമ്മേ, സഭയുടെ മാതാവേ, വിശ്വാസികളുടെ അമ്മേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് തുണയായി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നാം ധ്യാനിക്കേണ്ട വാക്കുകളാണ്. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. 27-ാമത്തെ വാക്യം, അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് അറിയാമായിരുന്നു വിശ്വാസ ജീവിതത്തിൽ സഭയ്ക്ക് ഒരമ്മയുടെ ആവശ്യമുണ്ട്. നമുക്ക് ആരുടെ ജീവിതത്തിലാണ് അമ്മയെ വേണ്ടാത്തത്? ഒരു കുഞ്ഞിൻ്റെ ജനനം മുതൽ അതിൻ്റെ വളർച്ചയുടെ ഏത് ഘട്ടത്തിലാണ് അമ്മയുടെ സാമീപ്യവും അമ്മയുടെ സ്പർശനവും അമ്മയുടെ സ്നേഹവും അമ്മയുടെ തലോടലും ആവശ്യമില്ലാത്തത്? ഏത് കുഞ്ഞിനാണ് ആവശ്യമാണത്? അടിസ്ഥാനപരമായ ആവശ്യമാണ് മാതൃവാത്സല്യം, മാതൃസ്നേഹം. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലും നമ്മൾ ജീവിത വഴികളിൽ കണ്ടുമുട്ടുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്. ഈ മാതൃ സാന്നിധ്യം നഷ്ടപ്പെടുന്ന, മാതൃവാത്സല്യമൊക്കെ നഷ്ടപ്പെടുന്ന ചില കുഞ്ഞുങ്ങൾ. നമുക്ക് അവരോട് എന്ത് സഹതാപമാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ 26-27 വാക്യങ്ങളിലൂടെ ഈശോ വ്യക്തമായി പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു കുഞ്ഞിനൊരു അമ്മ എന്ന വണ്ണം നമ്മുടെ വിശ്വാസ ജീവിതത്തിന് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആവശ്യമാണ്. ഇനി 27-ാമത്തെ വാക്യം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, സഭ പരിശുദ്ധ മറിയത്തെ സഭയുടെ അമ്മയായി, വിശ്വാസ ജീവിതത്തിൽ നമ്മുടെ അമ്മയായിട്ടാണല്ലോ സഭ സ്വീകരിച്ചിരിക്കുന്നത്. നമ്മളും വ്യക്തിപരമായി സ്വീകരിക്കണം. കാരണം നമുക്ക് ഒരമ്മയുടെ ആവശ്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ സഭയുടെ ആരംഭം പെന്തക്കോസ്തായ്ക്ക് മുമ്പുള്ള ദിനമാണ്. 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം എന്താ അവിടെ എഴുതി വച്ചിരിക്കുന്നത്? ഇവർ എന്ന് പറയുന്നത് അതിനു മുമ്പ് 13-ാമത്തെ വാക്യത്തിൽ 11 അപ്പോസ്തലന്മാരുടെയും പേര് പറയുന്നുണ്ട്. ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇതാണ് സഭ. അമ്മയെ കൂടാതെ സഭയുടെ വിശ്വാസ ജീവിതത്തിന് പ്രസക്തിയില്ല. അമ്മയെ കൂടാതെ സഭയുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോവുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിലാക്കിയാണ് കുരിശിൽ കിടന്ന് ദ പാർട്ടിംഗ് ഗിഫ്റ്റ് ഓഫ് ജീസസ്, ഈശോയുടെ ആ വേർപാട് സമയത്തുള്ള ഈശോയുടെ സമ്മാനം. നമുക്കറിയാം, സമ്മാനം വലിപ്പമുള്ളതാകുന്നത് ചില ആളുകൾ അവരുടെ വേർപാടിൻ്റെ സമയത്ത് ചില സമ്മാനങ്ങൾ തരും. ആ സമ്മാനത്തിന് വലിപ്പം കൂടുതലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈശോ തൻ്റെ വേർപാടിൻ്റെ സമയത്ത് സഭയ്ക്ക് നൽകിയ സമ്മാനമാണ് അമ്മ. ഈശോ തൻ്റെ വേർപാടിൻ്റെ സമയത്ത് എനിക്ക് നൽകിയ സമ്മാനമാണ്, നിനക്ക് നൽകിയ സമ്മാനമാണ്, എൻ്റെ വീടിന് നൽകിയ സമ്മാനമാണ്, എൻ്റെ ഇടവകയ്ക്ക് നൽകിയ സമ്മാനമാണ്, ആഗോള കത്തോലിക്ക സഭയ്ക്ക് നൽകിയ സമ്മാനമാണ്.
പരിശുദ്ധ അമ്മ. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഈ പരിശുദ്ധ അമ്മ നമ്മുടെ സഭയുടെ വിശ്വാസ ജീവിതത്തിന് ഈ അമ്മ ആവശ്യമാണ്? എന്തുകൊണ്ട് സഭയുടെ വിശ്വാസ ജീവിതത്തിന് ഈ പരിശുദ്ധ അമ്മ ആവശ്യമാണ്? എന്തുകൊണ്ട്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ലളിതമാണ് ആ ഉത്തരം. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തിന് മനസ്സിലാവുന്നത് പോലെ ലോകത്തിൽ മറ്റാർക്കും മനസ്സിലാവില്ല. നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ പ്രതിസന്ധികൾ പരിശുദ്ധ അമ്മയ്ക്ക് മനസ്സിലാകുന്നത് പോലെ ലോകത്തിൽ മറ്റാർക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ സ്ഥാനം വലുതാണ്. സഭ നേരിടുന്ന 3 പ്രതിസന്ധികളെ കുറിച്ച്, ഈ 3 പ്രതിസന്ധികളും മറിയവും നേരിട്ട പ്രതിസന്ധികളാണ്. സഭ ഇന്ന് നേരിടുന്ന 3 പ്രതിസന്ധികളാണ് നമ്മൾ ഇവിടെ ധ്യാന വിഷയമാക്കുന്നത്. ഈ 3 പ്രതിസന്ധികളും ഈ അമ്മ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമ്മയ്ക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും, മക്കളായ നമ്മളെ സഹായിക്കാൻ കഴിയും. സഭയെ ഈ അമ്മയ്ക്ക് ഈ പ്രതിസന്ധികളിൽ സഹായിക്കാൻ കഴിയും. ഒന്നാമത്തെ പ്രതിസന്ധി അത് വിശ്വാസ പ്രതിസന്ധിയാണ്. സഭ ഇന്ന് വിശ്വാസ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കതിനു മുൻപ് പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി, വിശ്വാസ പ്രതിസന്ധിയിലേക്ക് പോവാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം, 28 ഇങ്ങനെയാണ്: ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. പ്രിയപ്പെട്ടവരെ, 29-ാമത്തെ വാക്യം, ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. അവൾക്ക് മനസ്സിലായില്ല എന്താ സംഭവിക്കുന്നതെന്ന്, എന്താ ഈ കേൾക്കുന്നതെന്ന് മനസ്സിലായില്ല. അവൾ അസ്വസ്ഥയായി. ഇനി വീണ്ടും ലൂക്കാ സുവിശേഷം തന്നെ 1-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വാക്യം, മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കും? പ്രിയപ്പെട്ടവരെ, ഈ 2 പ്രതിസന്ധികളെയും അതിജീവിച്ച വ്യക്തിയുടെ പേരാണ് മറിയം. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ പ്രതിസന്ധികളിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ സഹായിക്കാൻ ഈശോ തന്നെ തൻ്റെ അമ്മയെ, ഈശോയ്ക്കറിയാം തൻ്റെ അമ്മ എന്തുമാത്രം പ്രതിസന്ധികളെ അതിജീവിച്ചാണ് തൻ്റെ അമ്മ മുമ്പോട്ട് വന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം മറിയം എന്ന വിശ്വാസികളുടെ അമ്മയെ ചിത്രീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വിശ്വാസത്തിൻ്റെ ഇരുണ്ട രാത്രിയെ അതിജീവിച്ചവൾ. ഏതാണ് വിശ്വാസത്തിൻ്റെ ഇരുണ്ട രാത്രി? പ്രിയപ്പെട്ടവരെ, ദൈവപുത്രനായി തൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൽ രൂപം എടുത്ത തൻ്റെ മകൻ 33-ാമത്തെ വയസ്സിൽ നീതിപീഠവും സകല ജനമനസ്സുകളും ഒരുമിച്ച് ചേർന്ന് കൊന്ന് കെട്ടിത്തൂക്കി, അവസാനം ആ ശരീരം കൊണ്ട് ആ രാത്രി കല്ലറയിൽ കൊണ്ട് അടക്കുകയും ചെയ്തു. എല്ലാം തീർന്നു പോകാവുന്ന രാത്രി, എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടു പോകാവുന്ന രാത്രി. പ്രിയപ്പെട്ടവരെ, ആ രാത്രി ഒരുപക്ഷെ ശിഷ്യന്മാർ എല്ലാവരും ഇടറി എന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ആ രാത്രി ഇടറാത്ത ഒരേ ഒരു മനുഷ്യ വ്യക്തി ഈ പ്രപഞ്ചത്തിലുണ്ടായിരുന്നു, മറിയം. മറിയത്തിനറിയാം ഈ കല്ലറയിലും തൻ്റെ മകൻ തീർന്നു പോവില്ലെന്ന് ഈ പ്രപഞ്ചത്തിൽ വിശ്വസിച്ച ഒരേ ഒരാൾ മറിയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതൊരമ്മയും തീർന്നു പോകാവുന്ന ഒരു രാത്രി. അമ്മയ്ക്കറിയാമല്ലോ, പരിശുദ്ധ മറിയത്തിനറിയാം തൻ്റെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിൽ രൂപപ്പെട്ട മകൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഇതെല്ലാം അമ്മയ്ക്കറിയാം. പക്ഷെ ആ ദൈവപുത്രൻ അന്ന് രാത്രി അവർ അവനെ നിഷ്ഠൂരമായി കൊന്ന് അവസാനം ആ ശരീരം അടക്കം ചെയ്യുകയും ചെയ്തു. ആ രാത്രി പരിശുദ്ധ മറിയം എത്ര വിജയകരമായിട്ടാണ് അതിജീവിച്ചത്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പരിശുദ്ധ മറിയത്തെക്കുറിച്ച് പറയുന്നത്, വിശ്വാസത്തിൻ്റെ ഇരുണ്ട രാത്രിയെ അതിജീവിച്ചവളാണ് മറിയം. വിശ്വാസത്തിന്റെ ഇരുണ്ട രാത്രിയെ, ആ രാത്രിയിലും മറിയം വിശ്വസിച്ചു ഇത് ദൈവപുത്രനാണ്. ആ രാത്രിയിലും പരിശുദ്ധ മറിയം വിശ്വസിച്ചു
എല്ലാം തീർന്ന ആ രാത്രിയാണെന്ന് ഓർക്കണം. ആ രാത്രിയിലും മറിയം വിശ്വസിച്ചു, ഇത് ദൈവത്തിൻ്റെ പൊന്നോമന മകനാണ്, ഇത് ദൈവത്തിൻ്റെ മകനാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ മറിയത്തെ പോലെ ഒരാൾക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ വിടവാങ്ങൽ സമ്മാനമായി സഭയ്ക്ക് ഈശോ സമ്മാനിച്ചു, ഇതാ എൻ്റെ അമ്മ, വിശ്വാസത്തിൽ നമ്മളെ കൈപിടിച്ച് നടത്താനായി. പ്രിയപ്പെട്ട ഒരു സഭയിൽ ഇന്ന് വിശ്വാസ പ്രതിസന്ധി ധാരാളം സഭാതനേർ അനുഭവിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ ധാരാളമുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് അങ്ങനെ, എന്തുകൊണ്ട് അത് സംഭവിച്ചു, എന്തുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഉത്തരവില്ല, എന്തുകൊണ്ട് ഞാൻ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടും ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല, എന്തുകൊണ്ട് തോൽവി, എന്തുകൊണ്ട് മരണം, എന്തുകൊണ്ട് രോഗം, എന്തെല്ലാം ചോദ്യങ്ങളാണ് വിശ്വാസ ജീവിതത്തിനെതിരെ വ്യക്തികളിൽ നിന്ന് ഉയരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മളെ സഹായിക്കാൻ, വിശ്വാസ പ്രതിസന്ധികളിൽപ്പെട്ട് നാം ഉഴലുമ്പോൾ നമ്മെ സഹായിക്കാൻ വിശ്വാസ പ്രതിസന്ധികളെ അതിജീവിച്ച ഒരമ്മയുടെ സാമീപ്യം, സഹായം സഭയ്ക്ക് ആവശ്യമാണ്. 2, സഭ ബാഹ്യപ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ബാഹ്യപ്രതിസന്ധികൾ. ഞാൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, മറിയവും ഇത്തരം പ്രതിസന്ധികൾ നേരിട്ടയാളാണ്. 2:7 അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്, അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്കിടം ലഭിച്ചില്ല. നോക്കൂ പ്രിയപ്പെട്ടവർ, ഒരു വ്യക്തിയുടെ ജീവിതം, അതും ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഇടം കിട്ടുക എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ച്, ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. ഒരു പ്രൈവസി, ഒരു സുരക്ഷിതത്വം, അതുപോലും കിട്ടാത്ത ഒരു സ്ത്രീയാണ് മറിയം. അവഗണിക്കപ്പെട്ടവൾ. അവിടെയും അവൾ സത്രത്തിൽ പോലും ഈ കുഞ്ഞിനെ ഒന്ന് പ്രസവിക്കാൻ ഇടം കിട്ടാത്തവണ്ണം അവഗണിക്കപ്പെട്ടവൾ. പ്രിയപ്പെട്ടവരെ, അതിനെയും അതിജീവിച്ചവളാണ് മറിയം. ബാഹ്യ പ്രതിസന്ധി, അവൾ അവഗണിക്കപ്പെട്ടവളായിരുന്നു. 2-ാമത് നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനം, പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധയോടുകൂടി നാം വായിക്കേണ്ട തിരുവചനമാണ്. അവിടെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്, അവളുടെ ഭർത്താവ് ആയ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. നോക്കണം, അപമാനിതയാകാൻ പോകുന്ന ഒരു സ്ത്രീയാണവൾ. അപമാനിതയാകാൻ പോവുകയാണവൾ. അവൾ ഉപേക്ഷിക്കപ്പെട്ടാൽ അപമാനിതയാവുകയാണ്. അല്ലെങ്കിൽ പോലും അവൾ അപമാനം സഹിച്ചാണ് ജീവിച്ചത്. കാരണം വിവാഹം കഴിച്ച് പുരുഷനുമായിട്ട് ഒന്നിച്ച് താമസിക്കുന്നതിന് മുൻപേ ഗർഭം ധരിച്ചവൾ, അപമാനം സഹിച്ചവളാണവൾ. അപമാനിതയായവളാണ് മറിയം. പ്രിയപ്പെട്ടവർ, അവൾ അതിനെയും അതിജീവിച്ചു. 3, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം നോക്കൂ. അവർ പൊയ്ക്കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക, ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക. ഹെറോദസ് ശിശുവിനെ വധിക്കാൻ വേണ്ടി ഉടനെ അന്വേഷണം തുടങ്ങും. ഇവിടെ സ്വന്തം കുഞ്ഞിനെ വധഭീഷണിയുടെ മുൾമുനയിൽ സ്വന്തം കുഞ്ഞു നിൽക്കേണ്ടി വന്നു. കുഞ്ഞായിരിക്കുമ്പോൾ, പിറന്നു വീണ ആ ദിവസങ്ങളിൽ അതും അവൾ നേരിട്ടു. അതും നേരിട്ടവളാണ്. അതിനെയും അതിജീവിച്ചവളാണ് മറിയം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയുടെ വിശ്വാസ ജീവിതത്തിൽ ബാഹ്യമായി നേരിടുന്ന ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈ അമ്മയ്ക്ക് മാത്രമേ നമ്മളെ സഹായിക്കാൻ സാധിക്കൂ. നോക്കൂ, സഭ ഇന്ന് പുറന്തള്ളപ്പെടുന്നുണ്ട്. സഭ ഇന്ന് അവഗണിക്കപ്പെടുന്നുണ്ട്. അവഗണിക്കപ്പെടുന്ന സഭ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവഗണിക്കപ്പെടുന്ന സഭ, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നുണ്ട് സഭ. ഈ അവഗണിക്കപ്പെടുന്ന സഭയുടെ നൊമ്പരം മനസ്സിലാക്കാൻ അവഗണിക്കപ്പെട്ട, സത്രത്തിൽ പോലും ഇടം കിട്ടാതെ വണ്ണം അവഗണിക്കപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്ക്, സഭയുടെ അമ്മയ്ക്ക് സാധിക്കും. സഭ ഇന്ന് ഏതൊക്കെ തലങ്ങളിൽ, ആരിലൂടെ, ഏതൊക്കെ സ്ഥലത്ത് നിന്ന് അവഗണിക്കപ്പെടുന്നുണ്ടോ അത്തരം അവഗണനയുടെ നൊമ്പരങ്ങൾ, സഭയുടെ അവഗണനയുടെ നൊമ്പരങ്ങൾ തിരിച്ചറിയാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. 2, സഭ ഇന്ന് അപമാനിതയാകുന്നുണ്ട്.
ഏതൊക്കെ തലങ്ങളിലാണ് സഭ, ക്രിസ്തുവിന്റെ ശരീരം ഇന്ന് വലിച്ചു കീറപ്പെടുന്നത്, അപമാനം സഹിക്കേണ്ടി വരുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതും പരിശുദ്ധ അമ്മ നേരിട്ടതാണ്. അപമാനിതയായ മറിയം ഉണ്ട്. അപമാനം സഹിക്കുന്ന സഭയെ സഹായിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. കാരണം അവൾ അപമാനം സഹിച്ചവളും അതിനെ തരണം ചെയ്തവളുമാണ്. 3, പ്രിയപ്പെട്ടവരെ, അനുദിനം വധിക്കപ്പെടുന്നുണ്ട് സഭ ഇന്ന്. കൊല്ലാക്കൊല ചെയ്യപ്പെടുന്നുണ്ട് സഭ ഇന്ന്. പിച്ച് ചീത്തപ്പെടുന്നുണ്ട് സഭ ഇന്ന്. വിശ്വാസത്തെ പ്രതി കഴുത്തറക്കപ്പെടുന്നുണ്ട് സഭാതനയരുടേത്. വധിക്കപ്പെടുന്നുണ്ട് സഭ. ഇതിന് പരിശുദ്ധ മറിയത്തിന് മനസ്സിലാവും. കാരണം അവളുടെ കുഞ്ഞ് കത്തിയുടെ മുൾമുനയിൽ, വാളിന്റെ മുൾമുനയിൽ നിന്നവളാണ് അവളുടെ കുഞ്ഞ്. അവൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് സഭ നേരിടുന്ന ബാഹ്യ പ്രതിസന്ധികളിൽ പരിശുദ്ധ അമ്മയോളം സഭയെ സഹായിക്കാൻ ഇന്ന് വേറെ ആരുമില്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഇതാ നിന്റെ അമ്മ. 1, സഭയുടെ വിശ്വാസ പ്രതിസന്ധി. 2, സഭയുടെ ബാഹ്യ പ്രതിസന്ധി. 3, സഭയുടെ ആന്തരിക പ്രതിസന്ധി. പ്രിയപ്പെട്ടവരെ, ആന്തരികമായും ധാരാളം പ്രതിസന്ധികൾ സഭയ്ക്കുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്, പ്രിയപ്പെട്ടവരെ, യേശു നഷ്ടപ്പെടുന്ന വീടിനെയാണ്. നോക്കൂ, അവരുടെ ഉത്കണ്ഠ, അവരുടെ നൊമ്പരം എത്ര കൃത്യമായിട്ടാണ് ലൂക്കാ സുവിശേഷകൻ 2-ാം അധ്യായത്തിൽ ഈ അമ്മയുടെ വേദനയും അമ്മയുടെ ഉത്കണ്ഠയും എല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. 2-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യം, അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത് എന്താ? എന്ത് ഉത്കണ്ഠയുള്ള, എന്ത് നൊമ്പരമുണർത്തുന്ന ചോദ്യമാണ്. നീ എന്താ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത്? അടുത്ത വാക്യം, നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയല്ലായിരുന്നോ? നോക്കൂ പ്രിയപ്പെട്ടവരെ, എത്ര പരുപരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ യാത്ര ചെയ്ത ഒരമ്മയാണ് മറിയം, ഒരു ഭാര്യയാണ് മറിയം. അവസാനം കണ്ടെത്തുന്നു. തീർച്ചയായിട്ടും സഭയിലും ആന്തരിക പ്രതിസന്ധികൾ ധാരാളമുണ്ട് പ്രിയപ്പെട്ടവരെ. യേശു നഷ്ടപ്പെടുന്ന സഭ എന്നൊക്കെ പറയുമ്പോ പ്രിയപ്പെട്ടവരെ, നമ്മൾ അത് അതിശയോക്തിയോടുകൂടി പറയേണ്ട കാര്യമല്ല. യേശു നഷ്ടപ്പെടുന്ന വിശ്വാസ ജീവിതങ്ങൾ, യേശു നഷ്ടപ്പെടുന്ന കൂട്ടായ്മയുടെ ജീവിതം, യേശു നഷ്ടപ്പെടുന്ന സഭാത്മക ജീവിതം, യേശു ഇല്ലാത്ത സംവിധാനങ്ങൾ, ഇതൊക്കെ പ്രിയപ്പെട്ടവർ ഇന്ന് സഭയുടെ ആന്തരിക ശക്തി തകർക്കുന്ന, ആന്തരിക വിശുദ്ധി തകർക്കുന്ന, സഭയുടെ ആന്തരിക ഭാവം തകർക്കുന്ന പ്രതിസന്ധികൾ ഇന്ന് സഭയ്ക്കകത്ത് ധാരാളമുണ്ട്. ഈ ആന്തരിക പ്രതിസന്ധികളെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയം എത്ര ശക്തിയോടുകൂടിയാണ് ആ വീടിനകത്തെ ആന്തരിക പ്രതിസന്ധിയെ എത്ര തീഷ്ണതയോടുകൂടിയാണ് മറിയം നേരിട്ടതും അതിനെ തരണം ചെയ്തു. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനെ തരണം. അതുകൊണ്ട് നമ്മുടെ വീട്, സഭയാകുന്ന വീട്, ഈ വീട്ടിൽ നമ്മൾ മാത്രം അനുഭവിക്കുന്ന, നമ്മൾ മാത്രം അറിയുന്ന നമ്മുടേതായ ചില ആന്തരിക പ്രതിസന്ധികളുണ്ട്. ഒരുപക്ഷെ പുറം ലോകം അറിയാത്ത, പുറം ലോകം അറിയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലാത്ത നമ്മുടേതായ ചില ആന്തരിക പ്രതിസന്ധികളുണ്ട്. ഇത് പരിശുദ്ധ അമ്മയോളം മനസ്സിലാകുന്ന മറ്റൊരാളില്ല. അപ്പം എന്തുകൊണ്ട് മറിയം എന്ന ചോദ്യത്തിന് 2 ഉത്തരങ്ങളാണ്. ഒന്നാമത്തെ ഉത്തരം, നമ്മളുടെ വിശ്വാസ പ്രതിസന്ധികളും സഭയുടെ ബാഹ്യ പ്രതിസന്ധികളും സഭയുടെ ആന്തരിക പ്രതിസന്ധികളും ഇത്രത്തോളം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാൾ മറിയത്തെ പോലെ മറ്റൊരാളില്ല. അതാണ് ഒന്നാമത്തെ ഉത്തരം. അതുകൊണ്ട് സഭയുടെ അനുദിന വിശ്വാസ ജീവിതത്തിൽ, വ്യക്തികളുടെ കൂട്ടായ്മയുടെ വിശ്വാസ ജീവിതത്തിൽ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ സാന്നിധ്യം, സഹായം നമുക്ക് ആവശ്യമാണ്. 2, എന്തുകൊണ്ട് മറിയം സഭയുടെ വിശ്വാസ ജീവിതത്തിന് എന്നതിന് 2-ാമത്തെ ഉത്തരം അതിനേക്കാൾ ലളിതമായ ഉത്തരമാണ്. കാരണം മറിയം ഇത്തരം പ്രതിസന്ധികളെ, സഭ ഇന്ന് നേരിടുന്ന ഏതെല്ലാം പ്രതിസന്ധി, അത് വിശ്വാസ പ്രതിസന്ധി ആവട്ടെ, ആന്തരികമായ പ്രതിസന്ധികളാകട്ടെ, പുറമേ നിന്ന് സഭയുടെ മേലുണ്ടാകുന്ന പ്രതിസന്ധികളാകട്ടെ, ഇതെല്ലാം
തൻ്റെ വിശ്വാസ ജീവിതത്തിൽ വിജയകരമായി തരണം ചെയ്ത വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയ്ക്ക് സഭയെ ഈ വിശ്വാസ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സഭയെ സഹായിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 27-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ യോഹന്നാൻ, അല്ലെങ്കിൽ ആ യോഹന്നാൻ ശ്ലീഹ അത് ചെയ്തതാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. എന്താ അവിടെ ചെയ്തത്? 19-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ 2-ാമത്തെ ഭാഗത്ത് നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: ആ സമയം മുതൽ, അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭയുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്കാവശ്യം വ്യക്തികളും സഭാ കൂട്ടായ്മയും ഒക്കെ ഈ അമ്മയെ സ്വഭവനത്തിൽ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ, ഞങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസ ജീവിതത്തിൽ എൻ്റെ അമ്മയായി, എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ അമ്മയായി, സഭയുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അമ്മയായി ഈ പരിശുദ്ധ മറിയത്തെ സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വീകരിക്കുക. എന്നിട്ട് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ സംഭവിച്ചത് നമ്മളുടെ വിശ്വാസ ജീവിതത്തിലും സഭയുടെ ആകമാന ജീവിതത്തിലും സംഭവിക്കണം. 1:14 എന്താണ്? അവർ അല്ലെങ്കിൽ ഇവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവർ അപ്പോസ്തലന്മാർ 11 പേര്. ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക് ഈ 21-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സഭയുടെ മാതാവായ മറിയത്തോടൊപ്പം സഭ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുക എന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. സഭയുടെ അമ്മയായ മറിയത്തോടൊപ്പം. കാരണം ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഒരമ്മയ്ക്ക് ഏതെല്ലാം തലങ്ങളിൽ ഈ കുഞ്ഞിനെ തൊട്ട് തലോടി സ്നേഹിച്ച് ഉമ്മ വെച്ച് പരിചരിച്ച് പരിക്കുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഈ കുഞ്ഞിനെ അമ്മയ്ക്ക് കൊണ്ടു നടക്കാൻ പറ്റുമോ, അങ്ങനെയെല്ലാം ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ സഭ എന്ന ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കും. അതുകൊണ്ട് നാം ഏകമനസ്സോടെ, സഭയാകമാനം ഏകമനസ്സോടെ, പ്രിയപ്പെട്ടവരെ, ഇത് കേരള സഭയുടെ നവീകരണത്തിൻ്റെ കാലമാണ്. ഈ കേരള സഭ നവീകരണത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ സഭ ഒരുമിച്ച് ഏകമനസ്സോടെ, എല്ലാം മറന്ന്, എല്ലാ വ്യത്യാസവും മറന്ന് നമ്മൾ ഒരുമിച്ചിരിക്കണം അമ്മയുടെ കൂട്ടത്തിൽ, പരിശുദ്ധ അമ്മയുടെ കൂട്ടത്തിൽ. എന്നിട്ട് ശക്തി പ്രാപിക്കണം. അപ്പോഴാണ്, അങ്ങനെ ഇരുന്ന കൂട്ടായ്മയിലാണ് പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് സഭയെ തീപാറുന്ന സഭയാക്കി ഉണർത്തിയത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം, പരിചരണം, സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. അതിനേക്കാൾ ഉപരി നാം പരിശുദ്ധ അമ്മയുടെ ചാരെ ഒരുമിച്ചിരിക്കണം. പ്രിയപ്പെട്ടവർ, ഒരുമിച്ചിരിക്കണം. എല്ലാ വ്യത്യാസവും മറന്ന് നാം പരിശുദ്ധ അമ്മയുടെ ചാരെ, കേരള സഭ മുഴുവനും എല്ലാ വ്യത്യാസവും മറന്ന് കേരള സഭ ഒരുമിച്ച് പരിശുദ്ധ അമ്മയുടെ ചാരെ, കാരണം അമ്മയാണത്, അമ്മയുടെ ചാരെ നമ്മൾ ഒരുമിച്ചിരിക്കണം. അതിനാണ് ഈ കേരള സഭ നവീകരണ കാലം. അതിനാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് സഭ ഒരുമിച്ച് അമ്മയുടെ ചുറ്റുമിരിക്കാൻ ഉള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് സഭയാകമാനം, എന്നിട്ട് ആത്മാവിൽ കത്തിപ്പടരാനുള്ള കൃപ ഞങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടർന്നുള്ള ദിവ്യകാരുണ്യ ആരാധനയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം സഭയെ ദിവ്യകാരുണ്യ നാഥനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതെങ്കിലുമൊക്കെ തലങ്ങളിൽ നമുക്കിടയിലുള്ള എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളെയും വ്യത്യസ്തതകളെയും എല്ലാം പരിശുദ്ധ അമ്മയുടെ അടുക്കൽ മക്കൾക്ക് എന്ത് വ്യത്യാസം എന്നുള്ള ആ വലിയ അവബോധത്തോടു കൂടി നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിൽ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ആരാധനേ ഉന്നതനേ സ്തുതിക്ക് യോഗ്യനേ. ആരാധനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധനേ ഉന്നതനേ സ്തുതിക്ക് യോഗ്യനേ. ആരാധനേ ഉന്നതനേ സ്തുതിക്ക് യോഗ്യനേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സന്തോഷവും എന്നാശയും നീ മാത്രമെന്നേശുവേ. സന്തോഷവും എന്നാശയും നീ മാത്രമെന്നേശുവേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ചേർന്ന് പാടാം. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. വിശ്വാസത്തോടെ ഒരുമിച്ച് പാടാം. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആരാധനേ ഉന്നതനേ സ്തുതിക്ക് യോഗ്യനേ. ആരാധനേ ഉന്നതനേ സ്തുതിക്കു യോഗ്യനേ. കരങ്ങൾ ഉയർത്തി. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ആനന്ദത്തോടെ പാടാം. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. കർത്താവേ, അങ്ങ് മാത്രമാണ് സർവസ്തുതികൾക്ക് യോഗ്യൻ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. കർത്താവേ, അങ്ങ് തരാത്തതായിട്ട് മറ്റൊന്നുമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. ഓ, ഞങ്ങളുടെ ഈ മനോഹര ജീവിതത്തെ ഓർത്തങ്ങേ സ്തുതിക്കുന്നു. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. തിരുവോസ്തിരൂപനായ ഈശോയെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ നീ മാത്രമേ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, ആരാധന, മഹത്വം. ഓ കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിതം എത്ര മനോഹരമാണ്.
കർത്താവേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നിറച്ചിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം തന്ന് അനുഗ്രഹിച്ചു. കർത്താവേ, സഭയിലൂടെ അങ്ങ് ഞങ്ങളെ വളർത്തി. സഭയിലൂടെ അവിടുത്തെ കൃപകൾ ഞങ്ങളിലേക്ക് വർഷിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് അമ്മയായി സഭയെ നൽകി. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വിശ്വാസം പകർന്നു തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സഭയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ സുഹൃതങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സഭയിലൂടെ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ലഭിച്ച എല്ലാ നന്മകളെയും ഓർത്ത് കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് വളവും വെള്ളവും നൽകി സഭ ഞങ്ങളെ പരിപാലിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കാവൽക്കാരിയായി സഭാമാതാവിനെ നൽകി അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ, ആരാധന, മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒരുമിച്ച് ഈരടികൾ പാടി കർത്താവിനെ സ്തുതിക്കാം. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, നീ മാത്രമേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് അംഗീകരിച്ചുകൊണ്ട് പാടാം. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, നീ മാത്രമേ. സർവസ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ, നീ മാത്രമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹത്തോടെ വാരിപ്പുണരുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹത്തോടെ ഉറ്റുനോക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയം ഞങ്ങളെ കൃപകൾ കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് അവിടുത്തെ സ്നേഹം തന്ന് അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുരിശന്റെ ചുവട്ടിൽ യോഹന്നാൻ സ്ലീഹായെ നോക്കി കുരിശിൽ കിടന്ന് കർത്താവ് അരുളി ചെയ്തു, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. കർത്താവേ, അങ്ങേക്ക് അറിയാമായിരുന്നു ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾക്കൊരമ്മ വേണമെന്ന്. ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ അമ്മ ഞങ്ങൾക്ക് എന്തെല്ലാം തരുമോ, ഞങ്ങളുടെ ഭൗതിക ജീവിതം ആരംഭിക്കുമ്പോൾ ഒരമ്മയുടെ സാമീപ്യവും ഒരമ്മയുടെ സാന്നിധ്യവും ഞങ്ങൾക്ക് എത്രമാത്രം ആവശ്യമാണോ, അത്രത്തോളം ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു ഒരമ്മയെ. അതുകൊണ്ടാണല്ലോ അങ്ങ് യോഹന്നാനെ ചൂണ്ടി പറഞ്ഞത്, ഇതാ നിന്റെ അമ്മ. കഥാവേ, അതെന്നെയും ചൂണ്ടിയാണ് പറഞ്ഞത്. ഇതാ നിന്റെ അമ്മ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ നിന്റെ അമ്മയെ ഞങ്ങൾക്ക് അമ്മയായി തന്ന കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു ഈശോയെ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ അമ്മയുടെ സാമീപ്യം ഞങ്ങൾക്ക് എത്രമാത്രം ആവശ്യമുണ്ടെന്ന് അങ്ങേക്ക് അറിയാമായിരുന്നല്ലോ കർത്താവേ. ധാരാളം പ്രതിസന്ധികൾ നേരിടുന്ന ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾക്കൊരമ്മയുടെ സാമീപ്യം ആവശ്യമാണെന്ന്, ഒരമ്മയുടെ സ്പർശനം ആവശ്യമാണെന്ന്, ഒരമ്മയുടെ സ്നേഹം ആവശ്യമാണെന്ന് കർത്താവേ, അപ്പോൾ മുതൽ ആ ശിഷ്യൻ മറിയത്തെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അമ്മയായി അങ്ങ് ഞങ്ങൾക്ക് തന്ന പരിശുദ്ധ മറിയത്തെ ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വീകരിക്കുന്നു കർത്താവേ. ഈ തിരുവോസ്തി രൂപനായ അങ്ങയുടെ മുമ്പിലിരുന്ന് കർത്താവേ,
അങ്ങ് ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് താങ്ങും തണലുമായി തന്ന ഞങ്ങളുടെ അമ്മയെ, അങ്ങയുടെ അമ്മയെ എൻ്റെ അമ്മയായി, സഭയുടെ അമ്മയായി, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അമ്മയായി ഒരിക്കൽ കൂടി ഞങ്ങൾ സ്വീകരിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും അങ്ങയുടെ അമ്മ തരണം ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ അമ്മ തരണം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വിശ്വാസ പ്രതിസന്ധികൾ, സഭയുടെ വിശ്വാസ പ്രതിസന്ധികൾ അമ്മയ്ക്ക് നന്നായിട്ടറിയാം. കാരണം ഒരു സമയത്ത് പരിശുദ്ധ അമ്മേ, അങ്ങും ഇതൊന്നും മനസ്സിലാകാൻ പറ്റാത്തവളെ പോലെ അമ്മയും നിന്നു. ഇതെങ്ങനെ സംഭവിക്കും? അമ്മയുടെ ഉള്ളിലും ആ ചോദ്യം വന്നു, ഇതെങ്ങനെ സംഭവിക്കും? അമ്മയ്ക്ക് മറുപടിയും കിട്ടി. അമ്മ ആ മറുപടിയിൽ വിശ്വസിച്ചു. പുരുഷനെ അറിയാത്ത എൻ്റെ ജീവിതത്തിൽ ഇതെങ്ങനെ സംഭവിക്കും? അപ്പോഴേ സ്വർഗം അമ്മയ്ക്ക് മറുപടി തന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പോൾ തന്നെ മാതാവ് സ്വർഗത്തിന്റെ മുമ്പിൽ തലമടക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഇന്ന് ഒത്തിരി വിശ്വാസ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി വിശ്വാസ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അവരുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്, അവരുടെ ഉള്ളിൽ സംശയങ്ങൾ രൂപപ്പെടുന്നുണ്ട്. കർത്താവെ, പലതും കണ്ട് അവർ പകച്ചു നിൽക്കുന്നുണ്ട്. കർത്താവായ ഈശോയെ, വിശ്വാസം ചോർന്നു പോകുന്ന നിരവധി അനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നുണ്ട്. കർത്താവെ, അങ്ങയുടെ അമ്മയെ ഞങ്ങൾക്ക് നൽകിയത് അമ്മയ്ക്കറിയാം വിശ്വാസ പ്രതിസന്ധികളുടെ ആഴം എത്രയെന്ന്. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഞങ്ങൾ കാണുന്നുണ്ട്, അമ്മ കടന്നുപോയ ആ രാത്രി, അങ്ങയെ കല്ലറയിൽ അടക്കം ചെയ്ത ആ രാത്രി, എല്ലാ വ്യക്തികളും അങ്ങയിൽ ഇടറിയ ആ രാത്രി, എല്ലാവരും അങ്ങയെ നിരാകരിച്ച ആ രാത്രി, എല്ലാവരുടെയും പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തിയ ആ രാത്രി, പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരേ ഒരാൾ അങ്ങയുടെ അമ്മയായിരുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഞങ്ങളെ പഠിപ്പിച്ചു, മറിയം വിശ്വാസത്തിന്റെ ആ ഇരുണ്ട രാത്രിയെ അതിജീവിച്ചവളാണ്. അങ്ങയെ അടക്കം ചെയ്ത ആ രാത്രിയിലും അമ്മ വിശ്വസിച്ചു, ഇത് ദൈവപുത്രനാണ്. അമ്മേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി വിശ്വാസ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. അമ്മേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി വിശ്വാസ സംശയങ്ങൾ, വിശ്വാസ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് അവരുടെ ഉള്ളിൽ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിശ്വാസ പ്രതിസന്ധികളുണ്ട്. ഞങ്ങളുടെ സമൂഹത്തിൽ, ഞങ്ങളുടെ ഇടവകകളിൽ വിശ്വാസ പ്രതിസന്ധികളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കുന്ന മാതാവേ, ഞങ്ങളുടെ വിശ്വാസ പ്രതിസന്ധികളിൽ നിലപാടെടുക്കാനുള്ള കൃപകൾക്ക് വേണ്ടി, ഞങ്ങളുടെ വിശ്വാസ പ്രതിസന്ധികളെ അതിജീവിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് വളരാനുള്ള കൃപ ഞങ്ങൾക്ക് തരാൻ വേണ്ടി അവിടുത്തെ പുത്രനോട് ഈ സമയം പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സഭയാകമാനം ഉള്ള സകല വിശ്വാസ സമൂഹത്തെയും സമർപ്പിക്കാം. ആരെങ്കിലുമൊക്കെ വിശ്വാസ പ്രതിസന്ധികൾ കൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ, വിശ്വാസം ചോർന്നു പോയവരുണ്ടെങ്കിൽ, വിശ്വാസം സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ, കർത്താവായ ഈശോയെ, സഭയുടെ ഇത്തരത്തിലുള്ള പ്രതിസന്ധിയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അമ്മ, സഭയുടെ അമ്മയായ അമ്മ ഞങ്ങളുടെ വിശ്വാസ പ്രതിസന്ധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയെ, തിരുവോസ്തിരൂപനായ കർത്താവേ, സഭയിലെ എല്ലാ മക്കളിലേക്കും ഇപ്പോൾ അങ്ങയുടെ കരുണയും കൃപയും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, സഭയുടെ മുഴുവൻ തനേർക്കും വേണ്ടി ഇപ്പോൾ അങ്ങ് തിരുവോസ്തിരൂപനായ കർത്താവായ ഈശോയോട്, അങ്ങയുടെ പൊന്നോമന മകനോട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
വിശ്വാസം നഷ്ടപ്പെട്ട് വിഷമിക്കുന്ന ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ ഇടവകകളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ സമൂഹത്തിലുണ്ടെങ്കിൽ അവരിലേക്കെല്ലാം ഈ തിരുവോസ്തിയിൽ നിന്ന് കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം യേശുവേ, നന്ദി യേശുവേ, സ്തുതി യേശുവേ, ആരാധന. കർത്താവായ ഈശോയെ, വിശ്വാസത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേലൊഴിക്കണമേ. വിശ്വാസത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ സമൂഹത്തിൽ വർഷിക്കണമേ. വിശ്വാസത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് ഒഴുക്കണമേ. വിശ്വാസത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ യുവാക്കളിലേക്ക് വർഷിക്കണമേ. വിശ്വാസത്തിന്റെ വലിയ കൃപ ഞങ്ങളുടെ വീടുകളിലേക്ക് ഒഴുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസം നഷ്ടപ്പെട്ട് വിഷമിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. വിശ്വാസം നഷ്ടപ്പെട്ട് വിഷമിക്കുന്ന ഞങ്ങളുടെ ആധുനിക തലമുറയെ സമർപ്പിക്കുന്നു. കർത്താവേ കനിയണമേ, കർത്താവേ കൃപ ചൊരിയണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ വിശ്വാസ പ്രതിസന്ധികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ അമ്മേ പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം യേശുവേ, നന്ദി യേശുവേ, സ്തുതി, സ്തോത്രം. കർത്താവേ കനിയേണമേ, വിശ്വാസം വളരുവാൻ കൃപ നീ ചൊരിയണമേ. കർത്താവേ, ഞങ്ങളിലെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ കനിയേണമേ, വിശ്വാസം വളരാൻ കൃപ നീ ചൊരിയണമേ. കർത്താവേ, പ്രതിസന്ധികളിൽ അകപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ സ്നേഹം ഒഴുക്കണമേ. കർത്താവേ കനിയേണമേ, വിശ്വാസം വളരാൻ കൃപ നീ ചൊരിയണമേ. കർത്താവേ, സംശയം മൂലം വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ കൃപ ചൊരിയണമേ. കർത്താവേ കനിയേണമേ, വിശ്വാസം വളരാൻ കൃപ നീ ചൊരിയണമേ. ഓ വിശ്വാസികളുടെ അമ്മയായ മറിയമേ, സഭയിൽ വിശ്വാസം ജ്വലിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മേ നീ പ്രാർത്ഥിക്കണേ, വിശ്വാസം വളരാൻ പ്രാർത്ഥിക്കണേ. ഓ മാതാവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിശ്വാസ പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്നത് അമ്മ കാണണമേ. അമ്മേ നീ പ്രാർത്ഥിക്കണേ, വിശ്വാസം വളരാൻ പ്രാർത്ഥിക്കണേ. കർത്താവായ ഈശോയെ, ഏറെ ബാഹ്യ പ്രതിസന്ധികൾ സഭ ഇന്ന് നേരിടുന്നുണ്ട്. പരിശുദ്ധ അമ്മേ, സഭ ഇന്നേറെ ബാഹ്യ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്. അമ്മ പുറന്തള്ളപ്പെട്ടല്ലോ. എത്ര സത്രങ്ങളിൽ നിന്നാണ് അമ്മയെ പുറന്തള്ളിയത്. അവസാനം ആ കുഞ്ഞിനെ ഒരു സത്രത്തിൽ പോലും അങ്ങേക്ക് ഇടം കിട്ടാതെ, ഓ അമ്മേ, എന്ത് വേദനയാണ് അമ്മ സഹിച്ചത്. അമ്മേ, സഭ ഇന്ന് പുറന്തള്ളപ്പെടുന്നുണ്ട്. അനേകരുടെ ഹൃദയത്തിൽ നിന്ന്, അനേകം ഇടങ്ങളിൽ നിന്ന് പല കാരണങ്ങളാൽ സഭ ഇന്ന് പുറന്തള്ളപ്പെടുന്നുണ്ട്. ഭൂമിയുടെ ഉപ്പാകേണ്ട സഭ, ലോകത്തിന്റെ പ്രകാശമാകേണ്ട സഭ, ലോകത്തിന് സമാധാനമാകേണ്ട സഭ, പല ബാഹ്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് പലരുടെ ഹൃദയത്തിൽ നിന്ന്, പലരുടെയും ഉള്ളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നുണ്ട്. മാതാവേ, അമ്മേ, അമ്മ എത്രത്തോളം അപമാനിതയായി. എന്തെല്ലാം വാക്കുകൾ പറഞ്ഞാണ് അമ്മയെ അപമാനിച്ചത്. അമ്മ അതിനെയും അതിജീവിച്ചു. മാതാവേ, സഭ ഇന്ന് അപമാനിതയാകുന്നുണ്ട്. എന്തെല്ലാം പേരിലാണ് സഭ ഇന്ന് അപമാനിതയാകുന്നത്. ഒരു പിടി ബാഹ്യശക്തികൾ സഭയെ അപമാനിക്കുന്നുണ്ട്. ചിലപ്പോൾ സഭ അപമാനിതയാകുന്നതിന് കാരണം ഞങ്ങൾ തന്നെ ഇട്ടുകൊടുക്കുന്നുമുണ്ട്. മാതാവേ, അപമാനിതയാകുന്ന സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാതാവേ, ഈ പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാതാവേ, അമ്മേ, അമ്മയുടെ കുഞ്ഞിനെ വധിക്കാൻ, ആ വീടിനെ വധിക്കാൻ ശ്രമിച്ചു ഹെറോദേസ് ആ രാത്രി. അതിനെയും അമ്മ അതിജീവിച്ചു. അമ്മേ, സഭ ഇന്ന് വധിക്കപ്പെടുന്നുണ്ട്.
വിശ്വാസത്തിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെടുന്ന അനേകർ ഇന്ന് സഭയിലുണ്ട്. അമ്മേ, സഭ ഇന്ന് അനേകം വ്യക്തികളുടെ മുമ്പിൽ പിച്ചി കീറപ്പെടുന്നുണ്ട്, പിച്ചി ചീന്തപ്പെടുന്നുണ്ട്. സഭ ഇന്ന് കൊല്ലപ്പെടുന്നുണ്ട്. ഈ പ്രതിസന്ധി അതിജീവിക്കാൻ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സഭയുടെ ഈ ബാഹ്യ പ്രതിസന്ധികളെല്ലാം കർത്താവായ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം യേശുവേ, ആരാധന, മഹത്വം. ഓ കർത്താവേ, കൃപ ചൊരിയണമേ, സ്നേഹമൊഴുക്കണമേ. സഭ ഇന്ന് അനുഭവിക്കുന്ന ബാഹ്യ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കൃപ അവിടുത്തെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഓ, ഞങ്ങളുടെ സഭ നേരിടുന്ന എല്ലാ തരത്തിലുള്ള ബാഹ്യ പ്രതിസന്ധികളെയും, അപമാനിക്കപ്പെടുന്ന സഭ, കൊല്ലപ്പെടുന്ന സഭ, പുറത്താക്കപ്പെടുന്ന സഭ, ഇത്തലങ്ങളിലൊക്കെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ സഭ ഇന്ന് ആക്രമിക്കപ്പെടുന്നു. ആ തലങ്ങളെല്ലാം കർത്താവായ ഈശോയെ ഇപ്പോൾ അങ്ങേ തിരുവോസ്തിയിലേക്ക് വിശ്വാസത്തോടെ ഞങ്ങൾ ചേർത്ത് വെക്കുന്നു. ഞങ്ങളുടെ അമ്മയെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം യേശുവേ. അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ ഇടറുമ്പോൾ എന്നോട് സ്വരമായി തീർന്നിടും. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. ദുഃഖമകന്നിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ ശരീരമായ സഭ ധാരാളം ആന്തരിക പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. അമ്മേ, അമ്മയ്ക്കറിയാമല്ലോ ഇത്ര ആന്തരിക പ്രതിസന്ധികളെ നേരിട്ടവളാണ് അമ്മ. ഒരു വേള അമ്മയുടെ കയ്യിൽ നിന്നാണ് ആ മകൻ നഷ്ടപ്പെട്ടത്. എന്ത് ഉത്കണ്ഠ അനുഭവിച്ചു അമ്മേ. സഭയുടെ അകത്തും യേശു നഷ്ടപ്പെടുന്ന ഒത്തിരി 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 സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ടല്ലോ മാതാവേ. ചിലപ്പോഴൊക്കെ ഞങ്ങൾ പുറമോടി മാത്രമുള്ളതായി തീരുന്നു. അകത്തേശു നഷ്ടപ്പെടുന്ന ധാരാളം അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ചിലപ്പോൾ യേശു നഷ്ടപ്പെട്ട കുടുംബങ്ങളാവുന്നു. ഞങ്ങളുടെ വിശ്വാസ സമൂഹങ്ങൾ, ഞങ്ങളുടെ ശുശ്രൂഷകൾ ചിലപ്പോൾ അങ്ങ് നഷ്ടപ്പെട്ട, ഈശോ നഷ്ടപ്പെട്ട ഇടങ്ങളാകുന്നു. ഈ മേഖലകളിലേക്കെല്ലാം കർത്താവേ നിന്റെ കൃപയൊഴുക്കണമേ. അമ്മേ, സഭയുടെ ആന്തരിക വീഴ്ചകൾ, സഭയുടെ ആന്തരിക തലത്തിലുള്ള പ്രതിസന്ധികൾ, ഇതിലെല്ലാം ഞങ്ങളിപ്പോൾ അങ്ങയുടെ പുത്രനായ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സഭയെ, തിരുവോസ്തിരൂപനായ ഈശോയെ, അങ്ങയുടെ ശരീരമായ സഭയുടെ മേൽ കരുണ തോന്നണമേ. പരിശുദ്ധ അമ്മേ, സഭയുടെ അമ്മേ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഒരിക്കൽ കൂടി നമുക്കൊന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഓ കർത്താവേ, നന്ദി പറയുന്നു, സ്തോത്രം. ഓ കർത്താവേ, അങ്ങയുടെ ശരീരമായ സഭയെ അങ്ങ് സ്പർശിക്കണമേ, അങ്ങ് സുഖപ്പെടുത്തണമേ, സ്നേഹമൊഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആന്തരിക ജീർണതകളിൽ നിന്ന് മോചനം പ്രാപിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആന്തരിക പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, വിട്ടുപേക്ഷിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെയുള്ള വലിയ കൃപ സഭയിലെല്ലാ തലങ്ങളിലും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കുവാനായി ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കർത്താവിന്റെ കൃപയും അനുഗ്രഹവും നമ്മുടെ മേൽ, സഭയുടെ മേൽ ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറയാം. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ.
കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. കരുണാമയനേ ക്രൂശിതനേ കാരുണ്യം തൂകണമേ. അമ്മേ മാതാവേ നിൻ സുതനീശോയേ എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. അമ്മേ മാതാവേ നിൻ സുതനീശോയേ എല്ലാം മറന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ